കഥ ചിറകുകൾ നഷ്ടപ്പെട്ടവർ. രചന ഗീതാഞ്ജലി. അവതരണം രാജീവ് പെരുങ്ങോട്ടുകര. ചിറകുകൾ നഷ്ടപ്പെട്ടവർ. ബസ് ഒരു മുരൾച്ചയോടെ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു. റോഡിന്റെ ഇരുവശത്തും തല ഉയർത്തി നിൽക്കുന്ന റബ്ബർ മരങ്ങൾ. ഇലപൊഴിച്ച മരങ്ങളിൽ ഉണങ്ങിയ റബ്ബർ കായകൾ തൂങ്ങി നിൽക്കുന്നു. അന്തോണി മാപ്പിള പുറത്തേക്ക് നോക്കി. കിഴക്കാൻ തൂക്കായ ഭൂപ്രകൃതി. ഏറ്റവും താഴെ തീപ്പട്ടിക്കൂടുകൾ പോലെ കൊച്ചു കൊച്ചു വീടുകൾ. ഡ്രൈവറുടെ ശ്രദ്ധ തെല്ലൊന്ന് പാളിയാൽ താഴോട്ട്. അയാൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. പതുക്കെ സീറ്റിനു പിറകിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്നു. അയാളുടെ വലത്തെ തോളിൽ വിശ്രമിക്കുന്ന മേരിക്കുട്ടിയുടെ ശിരസ് ബസിന്റെ ഗതിക്കൊപ്പം പതുക്കെ പതുക്കെ ഇളകിക്കൊണ്ടിരുന്നു. പാവം മേരിക്കുട്ടി. അവൾ ഉറങ്ങുകയായിരിക്കുമോ? വേപതു പൂണ്ട മനസ്സിന്റെ ആലസ്യം ഒരർദ്ധമയക്കത്തിലേക്ക് നയിച്ചതായിരിക്കാം. എത്ര നിർബന്ധിച്ചതിന് ശേഷമാണ് അവളിന്ന് തൻ്റെ കൂടെ പുറപ്പെട്ടത് തന്നെ. അയാൾ തല തിരിച്ച് തൻ്റെ ഭാര്യയെ നോക്കി. വാർദ്ധക്യം ചുളിവുകൾ തീർത്ത മുഖത്ത് ഭയം കൂടുകൂട്ടിയിരിക്കുന്നു. പാതിയിലേറെയും വെള്ളിപൂശിയ തലമുടി. 45 വർഷങ്ങൾക്ക് മുമ്പേ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണ്. അന്നവൾക്ക് 17 18 പ്രായം. വെളുത്തുമെലിഞ്ഞ ശരീരം. ആദ്യ രാത്രിയിൽ തൻ്റെ മുന്നിലെത്തിയപ്പോൾ കാറ്റത്തെ പൂങ്കുല പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കറുത്ത ചുരുണ്ട മുടിയിഴകളും വിയർപ്പ് പൊടിഞ്ഞ നാസികയും ഇപ്പോഴും കൺമുൻപിൽ കാണുന്നത് പോലെ. അവിടുന്ന് ഇങ്ങോട്ട് എത്രയെത്ര വർഷങ്ങൾ തന്നോടൊത്ത് ചിരിക്കുകയും കരയുകയും ചെയ്ത പെണ്ണ്. താൻ ഉണ്ടിയിട്ട് ഉണ്ണുകയും താൻ ഉറങ്ങിയിട്ട് ഉറങ്ങുകയും ചെയ്ത പെണ്ണ്. അയാൾ ദീർഘമായൊന്ന് നിശ്വസിച്ചു. മേരിക്കുട്ടി മയക്കം വിട്ടെന്ന് തോന്നുന്നു. അവൾ പതുക്കെ ശിരസ്സുയർത്തി പുറത്തേക്ക് നോക്കി. പുറകോട്ടോടി മറയുന്ന പ്രകൃതി. എതിരെ വരുന്ന വാഹനങ്ങൾ ഒരു മുരൾച്ചയോടെ കടന്നു പോകുന്നു. എവിടെയൊക്കെയോ ബസ് നിർത്തുകയും ആരെയൊക്കെയോ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നുണ്ട്. എത്താറായില്ലേ? ഇല്ല എന്നർത്ഥത്തിൽ അയാൾ തലയാട്ടി. കാലത്തെ പുറപ്പെട്ടതാണ്. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയിലും ഓരോ കഷ്ണം റൊട്ടിയിലും പ്രഭാത ഭക്ഷണം ഒതുക്കി. അതും കഴിച്ചിട്ടിറങ്ങാത്തതുപോലെ അയാൾക്ക് തോന്നി. മേരിക്കുട്ടിയുടെ നിറഞ്ഞ കണ്ണുകളും ദീനതയാർന്ന മുഖഭാവവും അയാളുടെ വിശപ്പിനെ കൊന്നൊടുക്കിയിരിക്കുന്നു. ഒരുപാട് വൈകിയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത്. കൊണ്ടുപോകേണ്ട ഡ്രസ്സുകളും മറ്റു സാധനങ്ങളും ഓരോന്നോരോന്നായി ഓർമ്മ വെച്ച് അയാൾ തന്നെ ബാഗിൽ അടുക്കിപ്പെറുക്കി വെച്ചു. എല്ലാം കണ്ട് മേരിക്കുട്ടി കട്ടിലിൽ കിടക്കുകയായിരുന്നു. അയാളുടെ ബദ്ധപ്പാട് കണ്ടിട്ടോ എന്തോ അവൾ വിളിച്ചു. അതേ. ആ, ഇടർച്ചയോടെയുള്ള വിളി കേൾക്കൽ. ഒന്നും വേണ്ടാന്നേ, ഇത്രയായില്ലേ, ഇനി വരണ പോലെ വരട്ടെ. അയാൾ ഒന്നും മിണ്ടിയില്ല. ബാഗിന്റെ സിബ് വലിച്ചടച്ചപ്പോ ഒരു സീൽക്കാര ശബ്ദം കേട്ടു. പണ്ടേ അവൾ ഇങ്ങനെയാണ്. ഈ വീടും പരിസരവും കുന്നിൻ മുകളിലെ പള്ളിയും മാത്രമായിരുന്നു അവളുടെ ലോകം. അതിനപ്പുറത്തേക്കൊരു യാത്ര എപ്പോഴും ഒഴിവാക്കിയിരുന്നു. എന്നതാ ഒന്നും മിണ്ടാത്ത? നമുക്ക് പോണ്ടാന്ന് വെച്ചാലോ? മേരിക്കുട്ടിയുടെ ദൈന്യതയാർന്ന ശബ്ദം. പോണം മേരി കുഞ്ഞെ, പോയച്ചു നമുക്ക് പിടിയുന്ന തിരിച്ചു വരാം. മേരിക്കുട്ടി എതിർത്തൊന്നും പറഞ്ഞില്ല. മൗനമുദ്രിതമായ നിമിഷങ്ങൾ. ഇനി
ഇനി ഈ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവൂന്ന് ഓർക്കുമ്പോൾ അവൾ പകുതിക്ക് വെച്ച് നിർത്തി. എന്താണ് താൻ കേട്ടത്? ഹൃദയം വിണ്ടുകീറുന്നത് പോലെ അയാൾക്ക് തോന്നി. അവളെല്ലാം ഉറപ്പിച്ച മട്ടാണ്. അവളേക്കാൾ അവൾ തൻ്റെ ഒറ്റപ്പെടലിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷേ തനിക്കത് വയ്യല്ലോ. അവളില്ലാതെ താൻ തനിച്ച്. അയാൾ പതുക്കെ അവളുടെ അരികിലേക്ക് നടന്നു. കാലുകൾ വേച്ചു പോകുന്നു. ഇച്ചിരി നേരം ഇവിടെ കിടക്ക്. മേരിക്കുട്ടി കട്ടിലിൻ്റെ അരികിലേക്ക് നീങ്ങിക്കിടന്നു. അയാൾക്ക് കരയണമെന്ന് തോന്നി. തൻ്റെ നെഞ്ചിൽ വിശ്രമിക്കുന്ന മേരിക്കുട്ടിയുടെ ശുഷ്കിച്ച കൈത്തണ്ടയിൽ അയാൾ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. തന്നോട് ചേർന്ന് ചെരിഞ്ഞു കിടക്കുന്ന രൂപം കരയുകയാണെന്ന് അയാൾക്കറിയാം. മേരിക്കുഞ്ഞേ. ഓ, എന്താ ഇത്? അവൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. തുറന്നിട്ട ജാലകത്തിനപ്പുറം ഇരുട്ട് കട്ടികൂടി വന്നു. ആകാശത്ത് കത്തി നിന്ന ചന്ദ്രക്കലയെ കാർമേഘങ്ങൾ കെടുത്തിയെന്ന് തോന്നുന്നു. അന്നു പകൽ അവിചാരിതമായി പെയ്ത മഴയിൽ നനഞ്ഞ മണ്ണിനുള്ളിൽ നിന്നും തല പുറത്തേക്കിട്ട് ചീവിടുകൾ നിർത്താതെ കരയുന്നു. ഒരു നുള്ളു തീയുടെ വെട്ടത്തിൽ എങ്ങോട്ടൊക്കെയോ പാറിപ്പറന്നു പോകുന്ന മിന്നാമിനുങ്ങുകൾ. സ്റ്റാൻഡെത്തി, എല്ലാവരും ഇറങ്ങിക്കോ. എവിടെയൊക്കെയോ മേയാൻ നടന്ന മനസ്സിനെ കണ്ടക്ടറുടെ ശബ്ദം പിടിച്ചുകെട്ടി. ബസ് നിന്നിരിക്കുന്നു. അയാൾ പുറത്തേക്ക് നോക്കി. ആളുകളുടെ തിക്കും തിരക്കും. വെച്ചുവാണിഭക്കാർ തങ്ങളുടെ പക്കലുള്ള വാണിഭ വസ്തുക്കളുടെ വിലയും മേന്മയും വിളിച്ചു കൂവുന്നു. വശങ്ങളിൽ നിരനിരയായി നീണ്ടുകിടക്കുന്ന കടകമ്പോളങ്ങൾ. അന്തോണി മാപ്പിള പതുക്കെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. സീറ്റിനടിയിൽ നിന്നും ബാഗ് വലിച്ചു നീക്കി. ശരീരം തളർന്നതുകൊണ്ടാവാം ബാഗിന് ഭാരം കൂടിയതുപോലെ. നല്ലവനായ കണ്ടക്ടർ ബാഗ് പുറത്തേക്കിറക്കാൻ സഹായിച്ചു. മേരിക്കുട്ടി വളരെ പ്രയാസപ്പെട്ടാണ് ബസ്സിൽ നിന്നും ഇറങ്ങിയത്. നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. അടിവയറ്റിൽ കൊളുത്തി വലിക്കുന്നത് പോലെ. എവിടെയെങ്കിലും അല്പം ഇരിക്കുന്നോ മേരിക്കുഞ്ഞേ? അവരതിന് മറുപടി പറഞ്ഞില്ല. ബാഗ് കയ്യിലെടുത്ത് സ്റ്റാൻഡിലെ തിരക്കൊഴിഞ്ഞ മൂലയിലെ സിമന്റ് ബെഞ്ച് ലക്ഷ്യമാക്കി അയാൾ പതുക്കെ നടന്നു. ഒരു തളർച്ചയോടെ സിമന്റ് ബെഞ്ചിൽ ചാരിയിരിക്കുമ്പോൾ ആശ്വാസഭാവമായിരുന്നു മേരിക്കുട്ടിയുടെ മുഖത്ത്. പാവം, ഇത്രയും ദൂരേക്കുള്ള യാത്ര അവളെ കൂടുതൽ തളർത്തിയിരിക്കുന്നു. 3 മക്കളുടെ അമ്മ. എന്നിട്ടെന്തു ഫലം? അവസാന നിമിഷത്തിൽ ഒന്നിനെ കൊണ്ടുപോലും. ഡോക്ടറിൽ നിന്നും അസുഖത്തിൻ്റെ ഗൗരവം അറിഞ്ഞ അന്ന് തന്നെ 3 പേരെയും വിളിച്ചു പറഞ്ഞതാണ്. അമ്മച്ചിയോട് ധൈര്യമായിരിക്കാൻ പറ, ഒന്നും ഉണ്ടാവില്ല. സണ്ണിച്ചായൻ ലീവ് ശരിയാവണമെങ്കിൽ ഓപ്പറേഷന് മുന്നേ ഞങ്ങളങ്ങ് എത്തിക്കോളാം. തൻ്റെ മകൾക്ക് ഭംഗിയായി സംസാരിക്കാൻ അറിയാം. എങ്കിലും പ്രതീക്ഷിച്ചു, വരുമായിരിക്കും. ഡോക്ടർ എന്തു പറഞ്ഞു? സ്കാനിംഗ് റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൂത്ത മകൻ ഫ്രാൻസി. അറിയില്ല, ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞ്. എനിക്കാകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേല. അന്തോണി മാപ്പിളയുടെ കയ്യിലിരുന്ന റിസീവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹോ, പേടിക്കണ്ടെന്നേ. ഡോക്ടർ പറഞ്ഞതുപോലെ അനുസരിക്കേ. ഞങ്ങൾ ക്രിസ്മസിന് വരാം. അമ്മച്ചിയോട് പറഞ്ഞേക്കേ. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അറിയിച്ചേക്കണം. അപ്പച്ച, ഞാൻ ഒരുപാട് നോക്കി, ലീവ് കിട്ടുന്നില്ല. പിന്നെ പിള്ളേരുടെ പഠിപ്പ് എല്ലാം കൂടി പുകിലാകും. ക്രിസ്തുമസിന് വരാലോ എന്നാ സമാധാനം. രൂപ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചേക്കണം. 2ാമത്തെ മകൻ ആൻഡ്രോയാണ്. ആരോടും ഒന്നും ആവശ്യപ്പെട്ടില്ല. പുള്ളിപ്പശുവിനെയും കിടാവിനെയും വിറ്റു. നല്ലോണം നോക്കിക്കൊള്ളണേ മാധവ. എന്തും തിന്നും, പിടിപ്പത് പാല് തരും. പുതിയ ഉടമസ്ഥന് കയർ കൈമാറുമ്പോൾ അയാളുടെ ശബ്ദവും കൈകളും ഒരുപോലെ വിറച്ചിരുന്നു. കയറിട്ട് കെട്ടി വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവൾ പലപ്പോഴും പിറകോട്ട് വലിക്കുന്നുണ്ടായിരുന്നു.
ഈ വീടുമായുള്ളതിൻ്റെ ബന്ധം എന്നേക്കുമായി അവസാനിക്കുകയാണെന്ന് അതിന് മനസ്സിലായി കാണും. 5-6 ആടുകളുള്ളതിനെ പലർക്കുമായി കച്ചവടമാക്കി. കുരുമുളകും കപ്പയും വിറ്റ കാശ് പള്ളിയിൽ അച്ഛൻ്റെ കയ്യിൽ നേരത്തെ ഏൽപ്പിച്ചിരുന്നു. എല്ലാം കൂടി തട്ടിക്കൂട്ടിയെടുത്താൽ അത്യാവശ്യം നടക്കും. നിങ്ങൾ എന്നാ ഒന്നും മിണ്ടാതിരിക്കുന്നത്? മേരിക്കുഞ്ഞാണ്. പിള്ളേരെ ആശുപത്രിയിലോട്ട് വിളിക്കുമായിരിക്കുമല്ലയോ? മേരിക്കുട്ടിയുടെ പതിഞ്ഞ ശബ്ദം. അയാൾ മൂളി. ആ ഫോട്ടോ എടുത്തില്ലേ? ഉവ്വ്. മേരിക്കുട്ടി നിശബ്ദയായി. എല്ലാ അമ്മമാരും ഇങ്ങനെയാണോ? തനിക്കെതിരെ ചുമരിൽ തൂക്കിയിട്ടിരുന്ന ഫോട്ടോയ്ക്ക് നേരെ വിരൽ ചൂണ്ടി ഇന്നലെ രാത്രിയാണ് അവൾ അയാളോട് പറഞ്ഞത്, നമുക്ക് അതുകൂടി അങ്ങ് കൊണ്ടുപോകണം. താനും അവളും 3 മക്കളും. മൂത്ത മകന് അന്ന് 5-6 വയസ്സ് പ്രായം. ഇളയതുങ്ങളെ 2 പേരെയും തങ്ങൾ മടിയിലിരുത്തിയിരിക്കുകയായിരുന്നു. അയാൾക്കറിയാം, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും അവളത് ആവശ്യപ്പെടുമെന്ന്. ആണിയിൽ നിന്നും വളരെ ശ്രദ്ധിച്ച് അയാൾ ആ ഫോട്ടോ ഊരിയെടുത്തു. പൊടി പിടിച്ചിരിക്കുന്നു. ഉടുമുണ്ടിൻ്റെ കോന്തല കൊണ്ട് അമർത്തി തുടച്ചു. തെളിഞ്ഞ മുഖങ്ങൾ. അമ്മച്ചിയുടെ മടിയിലിരുന്ന് ചിന്നുമോൾ കരയുകയാണ്. തൻ്റെ മടിയിലിരിക്കുന്ന ആൻഡോയുടെ കയ്യിലൊരു പാവക്കുട്ടി. നടുക്കു നിൽക്കുന്ന ഫ്രാൻസിയുടെ മുഖത്ത് എന്തൊന്നില്ലാത്തൊരു ഗൗരവം. ഞാനൊന്ന് നോക്കിയേച്ചും വെച്ചാൽ മതി. മേരിക്കുഞ്ഞ് അയാൾക്ക് നേരെ കൈനീട്ടി. തൻ്റെ പൊന്നുമക്കൾ. അവൾ ആ ഫോട്ടോയിലേക്ക് നിർനിമേഷം നോക്കിക്കൊണ്ട് കിടന്നു. കണ്ണുനീർപ്പാടയ്ക്കപ്പുറത്ത് അവ്യക്തമാകുന്ന മുഖങ്ങൾ. മനസ്സിൽ കുട്ടിയുടുപ്പുകളും കളിപ്പാട്ടങ്ങളും മാത്രം. വഴക്കും വാശിയും വികൃതികളുമായി എത്ര വർഷങ്ങൾ. ഇന്ന് കടലുകൾക്കപ്പുറത്ത് ഇവിടെയൊക്കെയോ തൻ്റെ മക്കൾ കൂടുവച്ചിരിക്കുന്നു. വല്ലപ്പോഴുമുള്ളൊരു വിളി. അമ്മച്ചിക്ക് സുഖമാണോ? അപ്പച്ചനോ? എന്തേലും വിഷമമുണ്ടെങ്കിൽ അറിയിച്ചേക്കണേ. തീർന്നു. കൊച്ചുമക്കളുടെ മലയാളം തീരെ മനസ്സിലാവില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്തുമസിനാണ് എല്ലാവരും ഒത്തുകൂടിയത്. അതിനുശേഷം ആൻഡോ മാത്രം ഒരിക്കൽ കൂടി വന്നുപോയി. കപ്പയും കാച്ചിലും കുരുമുളക് വള്ളികളും നിറഞ്ഞ തൊടിയും വീടിനു പുറകിലെ തോടും അതിലെ കുഞ്ഞു മത്സ്യങ്ങളും കുന്നിൻ മുകളിലെ പള്ളിയും അവിടുത്തെ ഒരുപാട് തമാശകൾ പറഞ്ഞ് വലിയ വായിൽ പൊട്ടിച്ചിരിക്കുന്ന കുശിനിക്കാരനുമെല്ലാം കുട്ടികൾക്ക് കൗതുക കാഴ്ചകളായിരുന്നു. ആയിട പ്രസവിച്ച പുള്ളിപ്പശുവിൻ്റെ മോരിക്കുട്ടനുമായി അവർ തൊടിയിലാകെ ഓടിക്കളിച്ചു. ഒരു തവണ തെങ്ങിൻ കുഴിയിൽ വീണ് മോരിക്കുട്ടിൻ്റെ കാലുളുക്കുകയും ചെയ്തു. ആൻഡോയുടെ മകൻ ആൽവി അന്നേറെ നേരം കരഞ്ഞു. മക്കളിൽ സ്നേഹമുള്ളവൻ ആൻഡോയാണ്. അപ്പാപ്പൻ്റെ സ്വഭാവമാണ് ആൽവിനെന്ന് ആൻഡോയുടെ ഭാര്യ പറയും. നീ എന്നതായി ആലോചിക്കുന്നേ? അന്തോണി മാപ്പിള തൻ്റെ ഭാര്യയുടെ ചുമലിൽ കൈവച്ചു. നമ്മുടെ മക്കളെക്കുറിച്ച്. എല്ലാവരും നന്നായില്ലേ? എല്ലുമുറിയെ പണിയെടുത്ത് മക്കളെ വളർത്തി പഠിപ്പിച്ചു. എല്ലാവരും ഓരോരോ നിലയിലായി. ഇനി എന്നതാ ഇത്ര ആലോചിക്കാൻ? ഭർത്താവിൻ്റെ വാക്കുകളിൽ ഒറ്റപ്പെടലിൻ്റെ വേദനയും നിരാശയുമുണ്ടെന്ന് മേരിക്കുട്ടിക്ക് മനസ്സിലായി. പ്രകാശം നഷ്ടപ്പെട്ട അയാളുടെ കണ്ണുകളിലേക്ക് അവൾ നോക്കി. കൃഷ്ണമണിക്ക് താഴെ കണ്ണീരിൻ്റെ തിളക്കം. തലമുടി മുഴുവൻ നരച്ചിരിക്കുന്നു. വയസ്സ് 75 കഴിഞ്ഞേ. എങ്കിലും പണിക്കാരൻ കേശവനൊപ്പം ഇപ്പോഴും വാക്കത്തിയും തൂമയുമായി തൊടിയിലേക്ക് ഇറങ്ങും. വൈകുന്നേരം കേശവൻ പണി കഴിഞ്ഞ് കയറിയാലും അവിടെ കൊത്തിക്കിളച്ചു നിൽക്കും. തന്നെത്താൻ മറന്ന് തനിക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യൻ. ഒരിക്കൽ പോലും മക്കളോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നതായി കേട്ടിട്ടില്ല. ഒന്നും വേണ്ട മേരിക്കുഞ്ഞേ. നമുക്ക് 2 ആൾക്കും കഴിയാനുള്ളത് ഈ പറമ്പിൽ നിന്ന് കിട്ടും. പിന്നെന്തിനാ? മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ കൂടിയാൽ ഏതു മക്കളായാലും അവരകന്നകന്ന് പോകും. അതാ നടപ്പ്. എന്നിട്ടും മക്കളകന്നില്ലേ?
ഒന്നും ആവശ്യപ്പെടാതെ തന്നെ. നമുക്ക് പോയാലോ മേരിക്കുഞ്ഞെ? അന്തോണി മാപ്പിളയുടെ ചോദ്യം മേരിക്കുഞ്ഞിനെ ഓർമ്മകളുടെ ലോകത്തു നിന്ന് തിരിച്ചു വിളിച്ചു. ആശുപത്രി കവാടത്തിന് മുന്നിൽ ഓട്ടോ നിർത്തുമ്പോൾ സൂര്യൻ തലയ്ക്ക് മുകളിൽ കത്തി നിൽക്കുകയായിരുന്നു. അഡ്മിഷൻ എന്നെഴുതിയ കൗണ്ടറിന് മുന്നിൽ തിരക്ക് കുറവാണ്. റൂം വേണോ? ചില്ലുകൂടിനകത്തെ കസാരയിലിരുന്ന പെൺകുട്ടി ചോദിച്ചു. വേണം. നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന കാര്യമാണിത്. മേരിക്കുട്ടി പലതവണ വിലക്കിയിരുന്നു. ഓ, അതിനെല്ലാം പിടിപ്പത് രൂപയാകും. നമുക്ക് മെഡിക്കൽ കോളേജിലിട്ട് പോകാന്നേ. അവിടെ ആകുമ്പോൾ പൈസയൊന്നും വേണ്ടി വരില്ല. അവൾക്ക് തൻ്റെ അയൽക്കാരിയിൽ നിന്നും കിട്ടിയ അറിവാണത്. താൻ സമ്മതിച്ചില്ല. അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയാണ് താൻ ഈ വയസ്സുകാലത്തും കഷ്ടപ്പെടുന്നത്? ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച പെണ്ണാണ്. ഈ അവസാന ദിവസങ്ങളിലെങ്കിലും അവളൊന്നും അറിയരുത്. നല്ല വൃത്തിയുള്ള മുറി. വാതിലും ജനലുകളുമെല്ലാം കർട്ടനിട്ട് മറച്ചിരിക്കുന്നു. പച്ച വിരിയിട്ട കട്ടിൽ, ഒരു മേശ, 2 കസേരകൾ. പുറത്തെ ഇടനാഴിയിലൂടെ ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നുണ്ട്. മ്ലാനതയുടെ മുഖാവരണം അണിഞ്ഞവർ. സമയം ഉച്ചയോടടുത്തിരിക്കുന്നു. വിശപ്പിൻ്റെ ഒരു കണിക പോലും ആമാശയത്തിലില്ല. എങ്കിലും എന്തെങ്കിലും കഴിക്കണ്ടേ? അന്തോണി മാപ്പിള രാവിലെ പുറപ്പെട്ടപ്പോൾ അടിവാരത്തെ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഇഡ്ഡലിയും സാമ്പാറും പുറത്തെടുത്തു. എനിക്ക് വേണ്ടാന്നേ. നിങ്ങൾ കഴിച്ചോ? മേരിക്കുട്ടി വിലക്കി. എന്തെങ്കിലും കഴിക്കും മേരിക്കുഞ്ഞേ. വയറുകായല്ലേ? വിശപ്പില്ലാഞ്ഞല്ലേ? നിങ്ങൾ കഴിക്കി. എനിക്കൊന്ന് കിടന്നാ മതി. അന്തോണി മാപ്പിള പിന്നൊന്നും പറഞ്ഞില്ല. പച്ച വിരിയട്ട കട്ടിലിൽ മേരിക്കുഞ്ഞ് നീണ്ടു നിവർന്നു കിടന്നു. ജാലകപ്പഴുതിലൂടെ നോക്കിയാൽ ആകാശം കാണാം. ചാരനിറത്തിലുള്ള ആകാശം. ചക്രവാളത്തിന് കുറുകെ ഒറ്റയ്ക്ക് പറക്കുന്ന ഒരു കറുത്ത പക്ഷി. ഓപ്പറേഷനുള്ള സമ്മതപത്രത്തിൽ ഒപ്പുവെക്കാൻ നേഴ്സ് വന്നപ്പോൾ മേരിക്കുട്ടിയുടെ മുഖത്ത് നിസ്സംഗത തളം കെട്ടി നിന്നിരുന്നു. ചുവരിനോട് ചേർത്തിട്ട കസേരയിൽ അന്തോണി മാപ്പിള അനാഥത്വം വികലമാക്കിയ മനസ്സോടെ നിശബ്ദനായിരുന്നു. ആദ്യമായാണ് ഒരാശുപത്രിവാസം. എന്തസുഖം വന്നാലും അടിവാരത്തെ പച്ചമരുന്ന് കച്ചവടം നടത്തുന്ന നാരായണൻ വൈദ്യരുടെ കഷായവും ലേഹ്യമായിരുന്നു പഥ്യം. അവസാനം വൈദ്യം പറഞ്ഞു, ഇനി ഈ മരുന്നൊക്കെ നിർത്താൻ തോന്നിച്ചേട്ടാ. നല്ല അലോപ്പതി ഡോക്ടർമാർ ആരെങ്കിലും കാണിക്കുന്നത് നല്ലത്. ഇതിപ്പോൾ 1-2 കൊല്ലത്തോളം ആയില്ലേ ഈ വയറുവേദനയും കൊണ്ട് കിടക്കുന്നു. വയറുവേദന മാത്രമല്ല, അടുത്ത കാലത്തായി നിർത്താതെയുള്ള രക്തസ്രാവവും ആരംഭിച്ചിരിക്കുന്നു. പരിശോധനയും സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു. പരിചയസമ്പന്നരായ ഡോക്ടർമാർക്ക് അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഗർഭാശയ ക്യാൻസർ. ഇടിവെട്ടേറ്റതുപോലെ അയാൾ ഒരു നിമിഷം ഇരുന്നുപോയി. അടുത്ത നിമിഷം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞു. ഡോക്ടർ, എൻ്റെ മേരിക്കുഞ്ഞ്. ഒന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു. ഹൃദയം തിളച്ചുമറിയുകയാണ്. ഉരുകി ഒലിക്കുന്ന ലാവ പോലെ അത് ശരീരത്തിൽ ഓരോ രോമകൂപങ്ങളിലേക്കും ഒലിച്ചിറങ്ങുന്നു. താൻ പച്ചയോടെ നിന്ന് കത്തുകയാണെന്ന് അയാൾക്ക് തോന്നി. പുറത്തെ വിശ്രമമുറിയിൽ ഒന്നും അറിയാതെ മേരിക്കുട്ടിയിരിക്കുന്നുണ്ട്. എന്താണ് അവളോട് പറയേണ്ടത്? എങ്ങനെയാണ് പറയേണ്ടത്? അയാൾ ആരോടൊന്നും പറഞ്ഞില്ല. അമ്മച്ചിയുടെ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്ന് മാത്രം മക്കളോട് പറഞ്ഞു. അതെ അതെ, മേരിക്കുട്ടി വിളിക്കുന്നു. എനിക്കെൻ്റെ കൊച്ചുമക്കളെ ഒന്നുകൂടി കാണണം. ബാഗിൻ്റെ മുകളിൽ തന്നെ മക്കളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അയാൾ അതെടുത്തു കൊടുത്തു. കയ്യിൽ കളിപ്പാവയുമായി ചിരിച്ചിരിക്കുന്ന ആൻഡോയെ നോക്കിയിരിക്കും തോറും മേരിക്കുട്ടിയുടെ മുഖത്ത് ഓർമ്മകൾ ഉണർത്തിയ വാത്സല്യത്തിൻ്റെ ചിരി പറക്കുന്നത് അയാൾ കണ്ടു. ഇവൻ എന്നാ കുറുമ്പനായിരുന്നോ എൻ്റെ കർത്താവേ. ആൻഡോയെ ചൂണ്ടി മേരിക്കുട്ടി പറയുകയാണ്.
കൊച്ചുനാളിലെല്ലാ വികൃതികളും വയറ്റിനകത്തും ഉണ്ടായിരുന്നു. എന്നാ തൊഴിയായവൻ എന്നെ തൊഴിച്ചിട്ടുള്ളത് അറിയാവോ? മേരിക്കുട്ടി ഓർത്തോർത്ത് ചിരിച്ചു. എന്നാ ഫ്രാൻസി, അവൻ്റെ ഇന്നത്തെ സ്വഭാവം തന്നെയായിരുന്നു അന്നും. എന്നാ ഗൗരവമായിരുന്നെന്നോ. ചുമ്മാ അനങ്ങാതങ്ങ് കിടക്കും, ചിലപ്പോ ഒന്ന് ഞെരങ്ങും. പിന്നെ ചിന്നുമോള്, അവള് പെങ്കൊച്ചല്ലയോ? അടക്കോ ഒതുക്കോ ഒക്കെ വേണ്ടായോ? പുറത്തോട്ട് വന്നപ്പോഴാ അവള് കെറിവ് കാണിക്കാൻ തുടങ്ങിയേ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കെറിവിക്കും. ചുമ്മാതങ്ങ് കിടന്ന് കരയും. ഇതൊക്കെ ഒന്ന് നിർത്തണമെങ്കിൽ എന്നാ പാടാ. മേരിക്കുട്ടി പിന്നെയും എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. ഭൂമി ചുരുങ്ങി ചുരുങ്ങി ഇരുണ്ടൊരു ഗുഹയായി തീരുന്നത് പോലെ തോന്നി അന്തോണി മാപ്പിളയ്ക്ക്. അന്ധകാരം കുത്തി നിറച്ച ഇരുണ്ട ഗുഹ. അവിടുത്തെ ഭയാനകമായ നിശബ്ദതയിൽ താൻ ഒറ്റയ്ക്കാവുന്നത് അയാൾ അറിഞ്ഞു. തലച്ചോറ് 1000 കഷ്ണങ്ങളായി ചിന്നിച്ചിതർന്നതുപോലെ ഇരുട്ടിന്റെ അഗാധതയിൽ എവിടെ നിന്നോ ഒരു നിലവിളി കേൾക്കുന്നുണ്ടോ? ആരാണത്? താൻ തന്നെയല്ലേ? എന്റെ ദൈവമേ! ഒരു നനഞ്ഞ പഴുന്തുണി പോലെ അയാൾ ആ കസാരയിൽ കുഴഞ്ഞു കിടന്നു.